ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡിന്റെ ഭരണഘടനയുടെ ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ഭയങ്കര യുണീക്കായ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണല്ലോ സ്വിറ്റ്സർലൻഡിൻ്റേത്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനമായ ആ രേഖയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, 26 സംസ്ഥാനങ്ങൾ, 4 ദേശീയ ഭാഷകൾ, പിന്നെ ഭയങ്കര ഇൻഡിപെൻഡൻ്റായി ചിന്തിക്കുന്ന ഒരു ജനത. ഇവരെ എല്ലാവരെയും എങ്ങനെ ഒരൊറ്റ രാജ്യമായി, അതും സ്റ്റേബിളായിട്ട് ഒരുമിപ്പിച്ചു നിർത്താൻ പറ്റും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ സ്വിസ് ഭരണഘടന. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അപ്പോൾ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് ഈ ഒരു പ്രത്യേക ബ്ലൂപ്രിന്റിലാണ്. അധികാരം, അവകാശങ്ങൾ, പിന്നെ ജനങ്ങളുടെ തീരുമാനം, ഇവ മൂന്നും ചേർന്ന ഒരു രൂപരേഖ. നമ്മളിന്ന് പ്രധാനമായും 3 കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ഭരണകൂടത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. 2, അത് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. പിന്നെ മൂന്നാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം പ്രായോഗികമായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ സ്വിസ് രൂപരേഖയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് അധികാരത്തിന്റെ 3 തൂണുകളാണ്. എന്തൊക്കെയാണവ എന്ന് നോക്കാം. അപ്പോൾ സ്വിസ് ഫെഡറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അധികാര വിഭജനമാണ്, അതായത് പവർ ഷെയറിംഗ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1ഉം 3ഉം അനുസരിച്ച് കേന്ദ്ര സർക്കാരും, അവിടെ അതിനെ കോൺഫെഡറേഷൻ എന്നാണ് വിളിക്കുന്നത്, പിന്നെ സംസ്ഥാനങ്ങളും അവയെ കാന്റോണുകൾ എന്നും വിളിക്കുന്നു, തമ്മിൽ അധികാരം കൃത്യമായി വിഭജിച്ചിട്ടുണ്ട്. രാജ്യരക്ഷ, വിദേശകാര്യം പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രം നോക്കും. പക്ഷെ ബാക്കിയുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഈ കാന്റോണുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സ്വന്തമായി ഭരണഘടനയും സർക്കാരും കോടതികളുമൊക്കെയുണ്ട്. പക്ഷേ ഒരു കാര്യം, കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ ഒരു തർക്കം വന്നാൽ എപ്പോഴും കേന്ദ്ര നിയമത്തിനായിരിക്കും മുൻഗണന. സിമ്പിളായി പറഞ്ഞാൽ അതാണ് സംഭവം. ഇനി അടുത്തത് ഭയങ്കര രസകരമായൊരു ആശയമാണ് സബ്സിഡിയാരിറ്റി. ഈ വാക്ക് കേട്ട് പേടിക്കണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അധികാരം എപ്പോഴും ഏറ്റവും താഴെത്തട്ടിൽ, അതായത് ജനങ്ങളോട് ഏറ്റവും അടുത്തുള്ള ഭരണകൂടത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരു കാര്യം ഒരു സംസ്ഥാനത്തിന്, അതായത് കാന്റോണിന് സ്വന്തമായി ചെയ്യാൻ പറ്റുമെങ്കിൽ കേന്ദ്ര സർക്കാർ അതിൽ വെറുതെ തലയിടാൻ വരില്ല. എപ്പോഴാണോ അവർക്കത് തനിയെ ചെയ്യാൻ പറ്റാതെ വരുന്നത്, അപ്പോൾ മാത്രം കേന്ദ്രം സഹായിക്കാനായി വരും. ഇതുകൊണ്ടാണ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇത്രയധികം ശക്തി കിട്ടുന്നത്. സ്വിസ് ഫെഡറലിസത്തിന്റെ ഒരു സീക്രട്ട് സോഴ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അധികാരത്തിന്റെ മൂന്നാമത്തെ തൂണ് എന്ന് പറയുന്നത് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഗവൺമെന്റിന്റെ ഏത് നടപടിയും നിയമത്തെ അടിസ്ഥാനമാക്കി മാത്രമേ പാടുള്ളൂ. അവർക്ക് തോന്നിയ പോലൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമം എന്ന് പറയുന്നുവോ അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇത് ശരിക്കും നമ്മളെപ്പോലുള്ള സാധാരണ പൗരന്മാരെ ഗവൺമെന്റിന്റെ തോന്നിയവാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ളൊരു കവചമാണ്. ഓക്കെ, അപ്പോൾ ഭരണകൂടത്തിന്റെ ഘടനയൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ ഭരണഘടന ഒരു പൗരന് എന്ത് അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് നമുക്ക് നോക്കാം. ഈ അവകാശങ്ങളുടെയെല്ലാം പട്ടിക തുടങ്ങുന്നത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു വാക്യം കൊണ്ടാണ്. ആർട്ടിക്കിൾ 7. മനുഷ്യന്റെ അന്തസ്സ് മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. ഇതിലാണ് എല്ലാം തുടങ്ങുന്നത്. ബാക്കിയുള്ള എല്ലാ അവകാശങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ആശയമാണ്: ഹ്യൂമൻ ഡിഗ്നിറ്റി. അതിനാണ് ഏറ്റവും വലിയ വില. ഈ അവകാശങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം, കേട്ടോ. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്, അതായത് ജീവനും വ്യക്തിസുരക്ഷയും. ഇതിൽ ജീവിക്കാനുള്ള അവകാശം വരുന്നുണ്ട്, നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ആശയം വരുന്നുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള പ്രത്യേക സംരക്ഷണം, അന്യായമായ ആരെയും തടവിൽ വെക്കാൻ പാടില്ല എന്നുള്ള ഉറപ്പ്. ഇതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് വരാം. ഇത് നമ്മുടെ പേഴ്സണൽ പൊളിറ്റിക്കൽ ഫ്രീഡംസിനെ കുറിച്ചാണ്. അതായത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, ഇതൊക്കെ ഇതിൽ വരും. അതുപോലെ തന്നെ സമാധാനപരമായി സംഘടിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഗവൺമെന്റിനോട് പരാതികൾ പറയാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ ഇല്ലാതെ ഒരു ഡെമോക്രസി പൂർണ്ണമാകില്ലല്ലോ, അല്ലേ? അവസാനമായി മൂന്നാമത്തെ ഗ്രൂപ്പ്. ഇത് സാമൂഹികവും സാമ്പത്തികവുമായ ഉറപ്പുകളാണ്. ഒരു നല്ല ജീവിതം നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശം, ആവശ്യമായ ആരോഗ്യ സംരക്ഷണം, സ്വന്തമായി ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം, ഒരു വീടുണ്ടാകാനുള്ള അവകാശം, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സഹായിക്കാൻ ഒരു സാമൂഹിക സുരക്ഷാ സംവിധാനം. ഇതെല്ലാം ചേരുമ്പോഴാണ് സ്വിറ്റ്സർലൻഡിന്റെ ഉയർന്ന ജീവിത നിലവാരത്തിന്റെ ചിത്രം പൂർത്തിയാകുന്നത്. ഇതെല്ലാം ഭരണഘടന തന്നെ ഉറപ്പുതരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ അവകാശങ്ങളുടെ ലിസ്റ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതൊക്കെ വെറും കടലാസിലാണോ? യഥാർത്ഥ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
പ്രത്യേകിച്ച് ഒരാളുടെ അവകാശവും മറ്റൊരാളുടെ അവകാശവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവകാശവും സമൂഹത്തിന്റെ പൊതുവായ താൽപ്പര്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ചോദ്യം ഇതാണ്: ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ മൗലികാവകാശങ്ങൾ എപ്പോഴെങ്കിലും ഗവൺമെന്റിന് ലിമിറ്റ് ചെയ്യാൻ, അതായത് പരിമിതപ്പെടുത്താൻ പറ്റുമോ? എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റുമോ? അതോ ചില സാഹചര്യങ്ങളിൽ ഇതിന് നിയന്ത്രണങ്ങൾ വരുമോ? ഈ ഒരു ബാലൻസിംഗ് ആക്ട് എങ്ങനെയാണ് ഭരണഘടന കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനൊരു കൃത്യമായ ഫോർമുല തന്നെയുണ്ട്. അതിനെയാണ് ആർട്ടിക്കിൾ 36 ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്വിസ് കോടതികൾ ഒരു അവകാശത്തിന്മേലുള്ള നിയന്ത്രണം ശരിയാണോ എന്ന് തീരുമാനിക്കാൻ ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യും. 1, ആ നിയന്ത്രണത്തിന് നിയമത്തിന്റെ പിൻബലമുണ്ടോ? തോന്നിയ പോലെ കൊണ്ടുവന്നതാണോ അതോ നിയമപ്രകാരമാണോ? 2, അതെന്തെങ്കിലും ഒരു പൊതു താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ? ഉദാഹരണത്തിന് പൊതുജനങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ സുരക്ഷ, അങ്ങനെയുള്ള എന്തെങ്കിലും. 3, ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ നിയന്ത്രണം ആനുപാതികമാണോ? അതായത് ആ ലക്ഷ്യം നേടാൻ വേണ്ടി ഇത്രയും വലിയൊരു നിയന്ത്രണം ആവശ്യമുണ്ടോ അതോ അതിലും കുറഞ്ഞൊരു മാർഗമുണ്ടായിരുന്നോ? ഈ 3 കടമ്പകളും കടന്നാൽ മാത്രമേ ഒരു അവകാശത്തെ നിയന്ത്രിക്കാൻ സാധിക്കൂ. പക്ഷേ ഇത്രയും പറഞ്ഞിട്ടും സ്വിസ് ഭരണഘടനയുടെ ഏറ്റവും വലിയ, ഏറ്റവും യുണീക്കായ പ്രത്യേകതയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്താണെന്നല്ലേ? അന്തിമ വാക്ക് എപ്പോഴും ജനങ്ങൾക്കാണ് എന്നുള്ളതാണ്. ഇതെന്താ സംഭവമെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ അവകാശങ്ങളുടെ കൂടെ തന്നെ വളരെ ശക്തമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്: ജനകീയ മുൻകൈകളും ഹിതപരിശോധനയും. അതായത് സാധാരണ പൗരന്മാർക്ക് ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നേരിട്ട് സാധിക്കും. കുറച്ചുപേർ ചേർന്ന് ഒപ്പുകൾ ശേഖരിച്ചാൽ അവർക്ക് പുതിയൊരു നിയമം വേണമെന്നോ അല്ലെങ്കിൽ ഭരണഘടന തന്നെ മാറ്റണമെന്നോ ആവശ്യപ്പെട്ട് ഒരു വോട്ടെടുപ്പ് നടത്താൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ നേരിട്ട് നിയമമുണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു രസകരമായൊരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു വശത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, മറുവശത്ത് ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് സ്വിസ് ഭരണഘടന ഒരു ജീവനുള്ള ഒന്നാണ്. അത് ഒരേ സമയം പാറ പോലെ ഉറച്ചതാണ്, എന്നാൽ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത ഉറപ്പുള്ള അവകാശങ്ങളും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങളും, ഇവ രണ്ടും തമ്മിലുള്ള പെർഫെക്റ്റ് ബാലൻസ് എവിടെയാണ്? എങ്ങനെയാണത് കണ്ടെത്തുക? ഈ ഒരു ചോദ്യമാണ് സ്വിസ് രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഹൃദയം. ഒരുപക്ഷേ സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു?